അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഭരണഘടനയെ കുറിച്ചാണ്. ഇന്ത്യയുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ് ലിഖിത ഭരണഘടനയാണ് എന്നുള്ളതാണ്. അതായത് ഇന്ത്യൻ ഭരണഘടന എഴുതപ്പെട്ട ഭരണഘടനയാണ്. അതായത് ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടനയുള്ളതും ഏറ്റവും സ്മോളസ്റ്റുമായത് അമേരിക്കയുടെ ഭരണഘടനയാണ്. എന്നാൽ ബിഗസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള രാജ്യമാണ് ഏത് രാജ്യം? ഇന്ത്യയുടേത്. അപ്പോ ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ് എന്തെന്ന് പറയുന്നത് ലിഖിത ഭരണഘടനയാണ് എന്നുള്ളത്. ഇനി അതേപോലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയങ്ങളാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. വിവിധ രാജ്യങ്ങളുടെ സംഭാവനകളുണ്ട്. അപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ അഥവാ ബോറോവ്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് കടപ്പെട്ടിരിക്കുന്ന ആശയങ്ങളാണ്. ഇനിയും ഇന്ത്യയുടെ ഭരണഘടന ക്വാസി ഫെഡറൽ സംവിധാനമാണെന്ന് പറയുന്നു. അതായത് നമ്മുടെ രാജ്യത്ത് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഫെഡറൽ സംവിധാനമാണെന്ന് പറയും. എന്താണ് ഈ ഫെഡറൽ എന്ന് പറയുന്നത്? നിയമനിർമ്മാണത്തിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തുല്യ അധികാരമാണെന്നും അധികാര വികേന്ദ്രീകരണത്തെയുമാണ് ഫെഡറൽ സംവിധാനമായിട്ട് പറയപ്പെടുന്നത്. എന്നാൽ ക്വാസി ഫെഡറൽ ആണ് നാം ഫോളോ ചെയ്യുന്നത് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? ഒരു നിയമം കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒരേപോലെ ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. എന്നാൽ അവിടെ പ്രയോറിറ്റി നൽകുന്നത് ആരുടെ നിയമത്തിനായിരിക്കണം? കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമത്തിനായിരിക്കണം പ്രയോറിറ്റി നൽകുന്നത്. കാരണം ഭരണഘടനയുടെ ഏതൊരു കാര്യത്തെക്കുറിച്ചും ഭേദഗതി ചെയ്യുവാനുള്ള പൂർണ്ണ അധികാരമുള്ളത് ആർക്കാണ്? പാർലമെന്റിനായിരിക്കും. അതുകൊണ്ട് ഈ പറയുന്ന ക്വാസി ഫെഡറൽ സംവിധാനം എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും നിയമനിർമ്മാണത്തിൽ തുല്യ അധികാരമാണെങ്കിലും അവിടെ പ്രയോറിറ്റി നൽകേണ്ടത് ഒരേ വിഷയത്തിലാണ് നിയമം ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെ ആർക്കായിരിക്കും? കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്ന നിയമത്തിനായിരിക്കും. എന്ന് പറയുമ്പോൾ പാർലമെന്റ് ഉണ്ടാക്കുന്ന നിയമത്തിനായിരിക്കും പ്രയോറിറ്റി. ഓക്കെ. ഇനിയും റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ ആണെന്ന് പറയുന്നു. വാട്ട് ഈസ് റിജിഡ്? റിജിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിയുള്ളതെന്നാണ്. എന്നാൽ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അയവുള്ളതെന്നാണ്. എന്താണ് ഈ റിജിഡും എന്താണ് ഈ ഫ്ലെക്സിബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിജിഡ് എന്ന് പറയുമ്പോൾ ഭരണഘടനയിൽ ഭേദഗതി വരുത്തണമെങ്കിൽ 2/3 ഭൂരിപക്ഷം വേണം. 2/3 ഭൂരിപക്ഷം വേണം പാർലമെന്റിന്റെ. എന്നാൽ ഫ്ലെക്സിബിൾ ആണെങ്കിൽ നോർമൽ മെജോറിറ്റി മതിയാകും. ഓക്കെ. അതായത് കേവല ഭൂരിപക്ഷം മതിയാകും. അതായത് ചില നിയമങ്ങൾ ഭേദഗതി ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ മൗലിക അവകാശങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളൊന്നും ഭേദഗതി ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. എങ്കിലും ഭേദഗതി ചെയ്യണമെങ്കിൽ പാർലമെന്റിന്റെ 2/3 ഭൂരിപക്ഷത്തിൽ എന്ത് ചെയ്യണം? അത് പാസ്സാക്കി എടുക്കണം. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയിലെ ബാക്കിയുള്ള മിക്കവാറും നിയമങ്ങളൊക്കെ ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷം മാത്രം മതിയാകും. അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. എന്നാൽ അമേരിക്കയുടെ ഭരണഘടന പൂർണ്ണമായിട്ടും റിജിഡ് ആണ്. ബ്രിട്ടന്റെ ഭരണഘടന പൂർണ്ണമായിട്ടും ഫ്ലെക്സിബിൾ ആണ്. കാരണം എന്താണ്? നോർമൽ മെജോറിറ്റി മതിയാകും. ഇനി നമ്മുടെ ഭരണഘടനയുടെ മറ്റൊരു സവിശേഷതയാണ് ഇന്ത്യ സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മയാണ്. ഭരണഘടന അനുസരിച്ച് ഇന്ത്യ സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മയാണ്. 28 സംസ്ഥാനങ്ങളുണ്ട്. തീർച്ചയായിട്ടും സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മയാണ് ഇന്ത്യ. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 അതേപോലെ തന്നെ പാർട്ട് 1 സ്കെഡ്യൂൾഡ് 1 എല്ലാം പറയപ്പെടുന്നത് തന്നെയാണ് സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മയാണ് എന്നതിനെ കുറിച്ച് തന്നെയാണ്. ഇനിയും മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ മറ്റൊരു സവിശേഷതയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ. എന്താണ് ഈ മൗലിക അവകാശം? ഒരു പൗരന് രാജ്യം ഒരിക്കലും നിഷേധിക്കാൻ പാടില്ലാത്ത പൗരന്റെ അവകാശത്തെയാണ് നമ്മൾ എങ്ങനെ പറയുന്നത്? മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുമ്പോൾ 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ അത് എത്രയുള്ളൂ? 6 മൗലിക അവകാശങ്ങളേ ഉള്ളൂ. അതിൽ ഒഴിവാക്കപ്പെട്ടത് സ്വത്തവകാശമാണ്. എന്തായിരുന്നു സ്വത്തവകാശം? സ്വത്തവകാശം നമ്മുടെ മൗലിക അവകാശമാണെങ്കിൽ രാജ്യത്ത് വികസന പ്രവർത്തനങ്ങൾ നടക്കുവോ? ഇല്ല. അത് ത്വരിതപ്പെടുത്തുവാൻ വേണ്ടിയാണ് സ്വത്തവകാശത്തെ എന്ത് ചെയ്തത്? 44ാം ഭേദഗതി 1978 സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത് എന്താക്കി മാറ്റി? ഭരണഘടനാപരമായ അവകാശം അല്ലെങ്കിൽ നിയമപരമായ അവകാശമാക്കി ആർട്ടിക്കിൾ 300A ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ എത്ര മൗലിക അവകാശങ്ങളാണ്? 6 മൗലിക അവകാശങ്ങളാണുള്ളത്. ഓക്കെ. ഇനിയും മറ്റൊരു സവിശേഷതയാണ് ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് എന്നീ ആശയങ്ങൾ ഭരണഘടനയിലുണ്ട്. ഗാന്ധിയൻ ആശയങ്ങൾ എവിടെയാണുള്ളത്? നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നു. ആ നിർദ്ദേശക തത്വങ്ങളിൽ പറയപ്പെടുന്നത് ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുവാൻ വേണ്ടി ഗാന്ധിയൻ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സോഷ്യലിസ്റ്റ് ആശയങ്ങളും ഭരണഘടന ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോഷ്യലിസം
അതേപോലെ തന്നെ ലിബറൽ ആശയങ്ങളും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയോട് എന്താണ്? സവിശേഷതകൾപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ?